ഇന്ന് ലോകത്ത് ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ പൂർണ്ണമായി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള രാജ്യങ്ങൾ 5-6 മാത്രം. അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ്, ഈ ലിസ്റ്റിൽ പുതിയതായി ചൈനയും. പക്ഷേ ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രതിരോധ ശക്തികളിൽ ഒന്നായ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇന്നുവരെ ഒരു വേൾഡ് ക്ലാസ് ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കാത്തത്? ഇത് കഴിവില്ലായ്മയാണോ, പണമില്ലാത്തതാണോ, ടെക്നോളജി കിട്ടാത്തതാണോ? അല്ല, ഈ കഥ അതിലുമപ്പുറമാണ്. ഇത് അതിലും സങ്കീർണമാണ്. ഇത് അതിതീവ്രമായ ജിയോപൊളിറ്റിക്സ് കൊണ്ട് നിറഞ്ഞതുമാണ്. ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ അതൊരു സാധാരണ യന്ത്രമല്ല. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയ സാങ്കേതികവിദ്യകളിൽ ഒന്നായ എഞ്ചിനീയറിംഗിന്റെ എവറസ്റ്റ് ആണിത്. ആദ്യം വളരെ സിമ്പിളായിട്ട് ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിമാനത്തിന്റെ മുൻഭാഗത്ത് ഒരു വലിയ ഫാൻ കാണാം. ഇത് സൂപ്പർ സ്പീഡിൽ കറങ്ങുമ്പോൾ വലിയ തോതിൽ വായു എഞ്ചിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഇതാണ് ജെറ്റ് എഞ്ചിന്റെ ആദ്യത്തെ പടി. ഇപ്പോൾ ഈ വായു കംപ്രസർ എന്ന ഭാഗത്തിലൂടെ കടക്കും. ആ ഫാൻ ബ്ലേഡുകൾ വായുവിനെ വീണ്ടും വീണ്ടും കംപ്രസ് ചെയ്യുന്നു. വായു കൂടുതൽ ചൂടും എനർജിയും ഉള്ളതാകുന്നു. ഈ ചൂടായ വായുവിലേക്ക് ഫ്യൂവൽ സ്പ്രേ ചെയ്യും. അത് ഇഗ്നിഷൻ ലഭിച്ചാൽ ഒരു ചെറിയ സ്ഫോടനത്തെപ്പോലെ വലിയ ചൂടും പ്രഷറും ഉണ്ടാകും. ഇതുതന്നെയാണ് എഞ്ചിന്റെ അസൽ ശക്തി. കത്തിയ വായു എഞ്ചിന്റെ പിന്നിലേക്ക് ഭീകരവേഗത്തിൽ പുറന്തള്ളപ്പെടും. ഈ ശക്തിയെയാണ് വിമാനം ഫോർവേഡായി തള്ളുന്നത്. ന്യൂട്ടൺ തേർഡ് ലോ പറയുന്നതുപോലെ എവറി ആക്ഷൻ there is an equal and opposite reaction. പുറത്തേക്ക് തള്ളുന്ന ചൂടുവായു മധ്യത്തിലുള്ള ടർബൈനിനെ തട്ടും. ടർബൈൻ തിരിയും. ആ പവർ മുൻഭാഗത്തെ കംപ്രസനും നൽകും. അങ്ങനെ എഞ്ചിൻ തടസ്സമില്ലാതെ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഇതാണ് എഞ്ചിന്റെ പ്രവർത്തനം എന്നിരിക്കെ ഈ പ്രവർത്തനം നടക്കണമെങ്കിൽ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ടർബൈൻ ബ്ലേഡ് നേരിടുന്ന ചൂട് എത്രയാണെന്നറിയാമോ? 1500 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 1800 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. ഇത് സ്റ്റീൽ ഉരുകുന്ന താപനിലയായ 1400 ഡിഗ്രി സെന്റിഗ്രേഡിനേക്കാൾ വളരെ കൂടുതലാണ്. ഈ ബ്ലേഡ് ആ ചൂടിൽ നിലനിൽക്കണമെങ്കിൽ നിക്കൽ അധിഷ്ഠിത സൂപ്പർ അലോയ്കൾ, സിംഗിൾ ക്രിസ്റ്റൽ ടെക്നോളജി, സെറാമിക് തെർമൽ കോട്ടിങ്ങുകൾ, മൈക്രോൺ തലത്തിലുള്ള കൂളിംഗ് ഹോളുകൾ, ഈ ടെക്നോളജികൾ ആദ്യം സ്വായത്തമാക്കണം. ഒരു ബ്ലേഡിന്റെ 1 മില്ലിമീറ്റർ അളവ് തെറ്റിപ്പോയാൽ പോലും ആ എഞ്ചിൻ പൊട്ടിത്തെറിക്കും. USA, UK പോലുള്ള രാജ്യങ്ങൾ 70 വർഷത്തിലധികം ഈ ഗവേഷണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഈ രംഗത്തേക്ക് എത്തിയത് വളരെ വൈകിയാണ്. ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ലോകത്ത് ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുന്ന സാങ്കേതികവിദ്യയാണ്. GEയും സഫ്രാനും റോൾസ് റോയ്സും ഈ വിവരങ്ങൾ ആരുമായി പങ്കുവെക്കില്ല. ഹോട്ട് സെക്ഷൻ സാങ്കേതികവിദ്യ, അതായത് കത്തൽ നടക്കുന്ന ചേംബറിലെ ഡിസൈനും മെറ്റീരിയൽ സയൻസും. ഹൈ ടെമ്പറേച്ചർ കൂളിംഗ് സിസ്റ്റംസ്, സിംഗിൾ ക്രിസ്റ്റൽ മെറ്റലർജി. അവർ പറയും വാങ്ങാം, ലൈസൻസോടെ നിർമ്മിക്കാം, പക്ഷേ എഞ്ചിന്റെ കോർ ഡിസൈൻ ഒരിക്കലും നൽകില്ല. ഇതുകാരണം ഇറക്കുമതി ചെയ്യുന്ന എഞ്ചിനുകൾ തുറന്നു പഠിച്ച് അതിന്റെ രൂപകൽപ്പന തിരിച്ചു മനസ്സിലാക്കാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇന്ത്യക്ക് സാധിക്കില്ല. അത് അസാധ്യമാണ്. കാവേരി എഞ്ചിന്റെ വെല്ലുവിളികൾ ഇവയാണ്. അമേരിക്ക ജെറ്റ് എഞ്ചിൻ ഗവേഷണം ആരംഭിച്ചത് 1940കളിലാണ്. ഇന്ത്യയുടെ കാവേരി പ്രോജക്റ്റിന്റെ തുടക്കം 1989ലും. 40 വർഷത്തെ ടെക്നോളജി ഗ്യാപ്പ് ഉണ്ട്. കാവേരിയുടെ പരാജയം എന്തായിരുന്നു? പരാജയം എന്നതിലുപരി അത് പൂർണ്ണമല്ലാത്ത വിജയമായിരുന്നു. ത്രസ്റ്റ് കുറവ്. എഞ്ചിൻ ഉദ്ദേശിച്ച 80 കിലോന്യൂട്ടൺ ത്രസ്റ്റ് ഉത്പാദിപ്പിച്ചില്ല. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിന് അത് മതിയാകുമായിരുന്നില്ല. എഞ്ചിൻ ഡിസൈൻ ചെയ്തതിനേക്കാൾ ഭാരം കൂടുതലായി വന്നു. ഉയർന്ന താപനിലയിൽ ദീർഘനേരം പ്രവർത്തിക്കാൻ എഞ്ചിന് സാധിച്ചില്ല. പരിമിതമായ ബഡ്ജറ്റും വളരാത്ത വ്യവസായ മേഖലയും അന്താരാഷ്ട്ര ഉപരോധങ്ങളും കാവേരിയെ പിന്നോട്ടടിച്ചു. 1990കളിൽ ഈ നിർണായക സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കാനുള്ള ടൂളുകൾ ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാൻ വരുന്ന ചിലവ് 6 മുതൽ 8 ബില്യൺ US വരെ, ഏകദേശം 50,000 കോടി രൂപ. സമയമെടുക്കുന്നത് 15 മുതൽ 20 വർഷം വരെ. പ്രധാന ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ മുൻപ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് റിഗുകൾ, സൂപ്പർസോണിക് വിൻഡ് ടണലുകൾ, തെർമൽ ചേംബറുകൾ, ഇവയെല്ലാം നിർമ്മിക്കാൻ തന്നെ ഭീമമായ തുകയും സമയവും ആവശ്യമാണ്. ജിയോപൊളിറ്റിക്സും സാങ്ഷനുകളും ശീതയുദ്ധകാലത്ത് ഇന്ത്യക്കെതിരെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, ഹൈ എൻഡ് CNC മെഷീനുകൾ, പ്രിസിഷൻ കാസ്റ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയുടെ ലഭ്യത തടസ്സപ്പെടുത്തി. ഇത് ഇന്ത്യയുടെ റീസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ 20 മുതൽ 25 വരെ വർഷം പിന്നിലാക്കി. എന്നാൽ ഒരു തരത്തിൽ ഇത് ഇന്ത്യക്ക് ഒരു വേക്കപ്പ് കോൾ ആയിരുന്നു. സ്വന്തം സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് ഒരു പ്രേരണയായി.
ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ മാറി. നമ്മൾ കളിക്കുന്നത് ഒരു ഗ്ലോബൽ ലീഗിലാണ്. 1 GF-414 ഇന്ത്യ ഡീൽ. ചരിത്രപരമായ മുന്നേറ്റം. ഇന്ത്യയുടെ LCA Mark 2 വിമാനങ്ങൾക്കായി GF-414 എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാർ. ഏകദേശം 80% സാങ്കേതികവിദ്യ കൈമാറ്റം ഇതിലുണ്ടാകും. 99 എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും. ഹോട്ട് സെക്ഷൻ ടെക്നോളജി ഭാഗികമായി കൈമാറാനുള്ള കരാർ ഒരു ചരിത്രപരമായ മുന്നേറ്റമാണ്. ഒരു നോൺ നേറ്റോ രാജ്യത്തിന് ഈ സാങ്കേതികവിദ്യ കിട്ടുന്നത് ഇത് ആദ്യമാണ്. 2 സഫ്രാൻ ഇന്ത്യ അംക എഞ്ചിൻ ചർച്ചകൾ. ഇന്ത്യയുടെ 5ാം തലമുറ വിമാനമായ അംക അഡ്വാൻസ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് അക്ക് വേണ്ടിയുള്ള എഞ്ചിൻ. 110 കിലോന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള ഈ എഞ്ചിൻ സഫ്രാനുമായി ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കാനുള്ള ധാരണ ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. 50% ഓഹരി പങ്കാളിത്തവും ടെക്നോളജി ഡിസൈൻ കൺട്രോളും ഇന്ത്യക്കായിരിക്കും. 3 DMRL സിംഗിൾ ക്രിസ്റ്റൽ വിജയം. DMRL ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലാബറട്ടറി ടർബൈൻ ബ്ലേഡുകൾക്കായി ആവശ്യമായ സിംഗിൾ ക്രിസ്റ്റൽ ടെക്നോളജി സ്വന്തമാക്കി. ഇത് കൈവശമുള്ള ലോകത്തിലെ അപൂർവം രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. ലക്ഷ്യം 5th ജനറേഷൻ എഞ്ചിൻ ജെറ്റ് എഞ്ചിൻ വികസനം. അതൊരു മഹാമാരത്തോണാണ്. പക്ഷേ ഇന്ത്യയുടെ ഓട്ടം ശരിയായ ദിശയിലാണ്, ശക്തമായ വേഗത്തിലാണ്. ഇന്നത്തെ ഇന്ത്യ 30 വർഷം മുമ്പുള്ള ഇന്ത്യയല്ല. ഇന്ന് ഇന്ത്യക്ക് ശക്തമായ റീസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് DMRL പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. വളരുന്ന എയറോസ്പേസ് വ്യവസായം. സാഫ്രൻ പോലുള്ള ഗ്ലോബൽ കൊളാബറേഷനുകൾ. ഉയർന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി. ആത്മനിർഭരത, സെൽഫ് റിലയൻസ് എന്ന ലക്ഷ്യം. അടുത്ത 10 മുതൽ 12 വരെ വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് സ്വന്തമായ ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ സാധിക്കാനുള്ള സാധ്യത അത്യധികമാണ്. ഇന്ത്യ came late, but India is coming, and this time, India is unstoppable. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.